നമസ്കാരം. ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രോണോളജിസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും പത്രങ്ങൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ കാണാൻ പറ്റും. 40 വയസ്സിനും 45 വയസ്സും അല്ലെ 50 വയസ്സും ഒക്കെയുള്ള ആൾക്കാരെ പെട്ടെന്ന് ഹൃദ്രോഗം വന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്ററിയും കിട്ടും. അവർ പ്രമേഹ രോഗികളായിരുന്നിരിക്കാം, നല്ല രീതിയിൽ മരുന്നുകൾ എടുക്കുന്നവരായിരുന്നു, എല്ലാ കാര്യങ്ങളും കൺട്രോളിൽ പോകുന്നവരായിരുന്നു, ടെസ്റ്റുകളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരുന്നു. പക്ഷേ ഇങ്ങനെ പെട്ടെന്നൊരു ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഡെത്ത് അവർക്ക് ഉണ്ടായി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കൊളോക്കിയലായിട്ടൊക്കെ നമ്മളിടയിൽ ഡിസ്കഷൻ വരാറുണ്ട്. അത് കോവിഡ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ഒത്തിരി പ്രചരണങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികളിൽ പ്രത്യേകിച്ച് 2 കാരണത്താലാണ് അവർ ഈ ഹൃദ്രോഗം അവർക്ക് വരുന്നത്. ഒന്ന്, അവരുടെ ഗ്ലൂക്കോസ് നിയന്ത്രണമില്ലാതെ അനിയന്ത്രിതമായി നിൽക്കുമ്പോൾ ഈ ഹൈ ഗ്ലൂക്കോസ് അവരുടെ രക്തധമനികളെ ബാധിക്കുകയും അത് കാരണം ഹാർട്ട് അറ്റാക്കിലേക്കും അതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്കും പോകുന്ന സാഹചര്യം ഉണ്ടാകും. 2, കൊളസ്ട്രോളിൻ്റെ നിയന്ത്രണം നല്ലതല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊളസ്ട്രോളിൻ്റെ ഒരു ആസ്പെക്റ്റിനെ കുറിച്ചും അതിൻ്റെ അകത്തുള്ള ഒരു നൂതന ടെസ്റ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് അറിയാത്തൊരു കാര്യമായിരിക്കാം, എല്ലാ ലാബുകളിലും നമ്മൾ ഈ ചീത്ത കൊളസ്ട്രോളിനെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലോ. അപ്പോൾ LDL കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് മിക്ക പേഷ്യൻസിനും അതിനെക്കുറിച്ച് അറിയാം. മിക്ക ലാബുകളിലും, ഓൾമോസ്റ്റ് 99% ലാബുകളിലും LDL എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് മെഷർമെൻ്റ് അല്ല, അതൊരു എസ്റ്റിമേഷൻ മാത്രമാണ്. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും HDLും ആണ് ഡയറക്റ്റ്ലി ബ്ലഡിൽ നിന്ന് മെഷർ ചെയ്തിട്ട് പിന്നെ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ LDL അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശം കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും പല കാരണത്താലും ഇതിൻ്റെ ലെവൽസ് കൃത്യമായിട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അത് മാത്രമല്ല, LDL മാത്രമല്ല ഏറ്റവും ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന അവരൊരു ഗ്യാങ് ആണ്. ഈ ഗ്യാങ്ങിൻ്റെ അകത്ത് ഈ LDL മാത്രമല്ല, വേറെ പല പ്ലെയേഴ്സും അതിൻ്റെ അകത്തുണ്ട്. IDL ഉണ്ട്, VLDL ഉണ്ട്, ലിപ്പോപ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അവരൊരു ഗ്രൂപ്പാണ്, ഒരു ഗ്യാങ് ആണ്. അപ്പോൾ ഈ LDL മാത്രം നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഈ ക്ലോട്ട് ഉണ്ടാക്കുന്ന എല്ലാ കൊളസ്ട്രോൾ അംശങ്ങളുടെ കുറിച്ചുള്ളൊരു പൂർണ്ണമായ വിവരം കിട്ടുന്നില്ല. 2, അതൊരു ഡയറക്റ്റ് മെഷർമെൻ്റ് അല്ല, അതൊരു കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും നല്ല ഒരു ടെസ്റ്റ് ഈ എല്ലാ ഈ ഹൃദ്രോഗം വരാൻ പ്രൊമോട്ട് ചെയ്യുന്ന കൊളസ്ട്രോൾ അംശങ്ങളുടെ ഒരു നല്ല മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോ ലൈപ്പോപ്രോട്ടീൻ ബി, അല്ലെങ്കിൽ ആ ടെസ്റ്റിൻ്റെ പേര് അപ്പോ ബി എന്നാണ്. APO പിന്നെ ക്യാപിറ്റൽ B എന്നുള്ളതാണ് ഈ ടെസ്റ്റിൻ്റെ പേര്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശങ്ങളുടെ കൂടെയും ഒരു സിംഗിൾ അപ്പോ ബി മോളിക്യൂൾ ലിങ്ക്ഡ് ആണ്. അപ്പോൾ അപ്പോ ബി എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാം ഒരു കാരിയർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പോ ബി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശം ഉണ്ടാകും. അത് LDL ആയിരിക്കാം, IDL ആയിരിക്കാം, VLDL ആയിരിക്കാം, ലിപ്പോപ്രോട്ടീൻ ആയിരിക്കാം, ഏതായാലും. അപ്പോൾ ഈ 1-to-1 റിലേഷൻ ആയതുകൊണ്ട് അപ്പോ ബിയുടെ ലെവൽ കണ്ടുപിടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ കറങ്ങുന്ന ഈ എല്ലാ ബാഡ് കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ ഈ ഗ്യാങ്ങിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് പൂർണ്ണമായി അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്, ഇതിന് പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഏത് നോൺ ഫാസ്റ്റിംഗ് ബ്ലഡിൻ്റെ അകത്തുനിന്നും ഈ അപ്പോ ബി എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വളരെ നല്ലൊരു മാർക്കറാണ്. ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടാനായിട്ട് അതൊരൊറ്റ ടെസ്റ്റിൽ കിട്ടും. ഇനി ഇതിൻ്റെ വാല്യൂ സാധാരണ ഒരു മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലാണെങ്കിൽ ഒരു 80ൻ്റെ താഴെയും, അല്ലെങ്കിൽ നിങ്ങളുടെ ലാബ് അത് ഗ്രാം പെർ ലിറ്ററിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ 0.8ൻ്റെ താഴെയാണ് ശരിക്കും നിൽക്കേണ്ടത്. അതിൻ്റെ മുകളിലേക്ക് പോകും തോറും നമുക്ക് ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ലിപ്പിഡ് പ്രൊഫൈലിൽ ഇതുവരെ ഇത് ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. മറ്റ് അംശങ്ങളെക്കാളും ഒത്തിരി കൂടുതൽ ഇൻഫർമേഷൻ ഇതിനകത്ത് കിട്ടും. അത് കൂടി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത കൂടി നിൽക്കുകയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൊളസ്ട്രോൾ ലോവറിങ് ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും പുനഃപരിശോധിച്ച് അതിൻ്റെ പവറോ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റോ
കൂട്ടി അത് കൺട്രോളിൽ കൊണ്ടുവരണം എന്നാണ് ഈ ഹൈ അപ്പോ ബി ഉള്ള വ്യക്തികളിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹൃദ്രോഗം വന്ന് ഉള്ള ഈ പ്രത്യാഘാതങ്ങൾ വരാനായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൈ റിസ്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മാർക്കർ. പുതിയ നൂതനമായ രണ്ടാമത്തെ മാർക്കറാണ് ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ എന്നാണ് ഇതിനെ പറയുന്നത്. LP അത് കഴിഞ്ഞാൽ സ്മോൾ എ ഇൻ ബ്രാക്കറ്റ്സ്. ഇത് ഒരു ജനറ്റിക് റിസ്ക് ആണ് നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ചില ആൾക്കാർക്ക് അവരെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികളിലും അവരെല്ലാം മരുന്നുകളും കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലും ചിലർക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് നമ്മുടെ ലോകത്തെ ഒരു 20% ആൾക്കാരിൽ ജനറ്റിക്കലി ഈ ലിപ്പോപ്രോട്ടീൻ എ എന്ന് ലിറ്റിൽ എ എന്ന് പറയുന്ന ആ ബ്ലഡ് ടെസ്റ്റ് കൂടുതലാണ്, ഒരു 20% ആൾക്കാർ. അപ്പോൾ ആ ടെസ്റ്റ് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ LDL കൊളസ്ട്രോളും മറ്റ് ചീത്ത കൊളസ്ട്രോളിൻ്റെ അംശങ്ങളൊക്കെ നല്ല കൺട്രോളിലാണെങ്കിലും അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 2 വ്യക്തികളെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരാൾക്ക് 2 പേർക്കും LDL കൊളസ്ട്രോള് 90 ഉള്ളൂ. ഒരാളുടെ ലിപ്പോപ്രോട്ടീൻ എ 10 മറ്റേയാളുടെ ലിപ്പോപ്രോട്ടീൻ എ 100 ഈ ലിപ്പോപ്രോട്ടീൻ എ 100 ലെവലിൽ നിൽക്കുന്ന വ്യക്തിക്ക് മറ്റേ വ്യക്തിയെക്കാളും ഹാർട്ട് അറ്റാക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഹൃദ്രോഗം വരാനായിട്ടുള്ള സാധ്യത ജനറ്റിക്കലി കൂടുതലാണ്. ഇതൊരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു റിസ്ക് ആണ്. അതുകൊണ്ട് ഈ ടെസ്റ്റ് വീണ്ടും 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 ചെയ്തു നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫ് ടൈമിൽ ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ 20% ആൾക്കാരിൻ്റെ കൂടെയാണോ നിങ്ങളെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഒരു മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിൽ 30 താഴെ ആയിരിക്കണം അതിൻ്റെ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. 30 മുകളിൽ 30 മുതൽ 50 വരെ നമ്മുടെ റിസ്ക് ഒരു 30 to 40 ടൈംസ് കൂടുതലാണ്. 50 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൻ്റെ മുകളിലാണെങ്കിൽ ഒരു റിസ്ക് ഒരു 50 to 200 ടൈംസ് ഒരു ഹാർട്ട് പ്രോബ്ലം വരാനായിട്ടുള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗൈഡൻസ്. അപ്പോൾ ഇത് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇപ്പോൾ കൊളസ്ട്രോളും മറ്റു കാര്യങ്ങളും ചികിത്സിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടാർഗറ്റ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ഇൻറ്റൻസിറ്റി നമ്മൾ കൂട്ടിയെടുത്ത് റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള ശ്രമം നടത്തണം. കാരണം നേരിട്ട് നമുക്ക് ലിപ്പോപ്രോട്ടീൻ എ മാത്രം താഴ്ത്തുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ ഈ ലിപ്പോപ്രോട്ടീൻ എ കൂടുതലുള്ള വ്യക്തികൾക്ക് മാക്സിമം ഹാർട്ടിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് മറ്റ് തെറാപ്പീസ് എല്ലാം മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു റെക്കമെൻഡേഷൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പുതിയ നൂതനമായ അറിവ് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ചീത്ത കൊളസ്ട്രോളിൻ്റെ ഗ്യാങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടാനായിട്ടുള്ള നോൺ ഫാസ്റ്റിങ്ങിൽ ചെയ്യാവുന്ന അപ്പോ ബി എന്ന് പറയുന്ന ടെസ്റ്റും, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്തു നോക്കേണ്ട ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറയുന്ന രക്തപരിശോധനയും. ഇതുകൂടി ഈ 2 ടെസ്റ്റുകളും കൂടി കിട്ടുമ്പോഴാണ് ശരിക്കും നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈല് കംപ്ലീറ്റ് ആവുന്നത്. എല്ലാ റിസ്ക് ഫാക്ടേഴ്സും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത്. നന്ദി, നമസ്കാരം.